ആര് വരണം, ആരും എന്തായാലും ഭരണം നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. മനോജ് മൂത്തേട്ടനാണ് ഇവിടെയും ചാൻസ് കൂടുതൽ. മനോജ് മൂത്തേട്ടനാണ്. ഈ പെരുമ്പാവൂര് ആര് പിടിക്കുന്നത്? ആര് പിടിക്കുമെന്ന് വെച്ചാൽ സാധ്യത. UDF ആണ് സാധ്യത. നാളെ ഭരിച്ച ഒരാളുടെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായ അഭിപ്രായം നല്ലതാണ്. എൽദോസ് കുന്നപ്പള്ളി. കാരണം പുള്ളിക്ക് ഒരു MLA ചെയ്യാവുന്ന പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും വീട്ടിൽ കൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒരിക്കലും. അപ്പൊ പുള്ളിക്ക് ചെയ്യാവുന്ന പുള്ളി ചെയ്തിട്ടുണ്ട്. MLA എന്നുള്ള രീതിയിൽ പെരുമ്പാവൂരിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ആവശ്യക്കാർക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒന്നുകൂടി ഒരു ചാൻസ് കൊടുക്കേണ്ടതായിരുന്നു. അത് പാർട്ടി എല്ലാവരും തീരുമാനിക്കണം. നമ്മളല്ലോ, നമ്മളോട് പുള്ളിക്ക് സീറ്റ് കൊടുക്കാൻ കൊടുക്കുമോ? ചേട്ടാ നമസ്കാരം. പെരുമ്പാവൂർ ഇക്കുറി ആര് കൊണ്ടുപോകും? എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? പറയാറായില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരാൾ 10 വർഷക്കാലമായിട്ട് എൽദോസ് കുന്നപ്പള്ളി തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മാറിയിട്ടുണ്ട്. മനോജ് മൂത്തേട്ടനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആർക്കായിരിക്കും ഒരു വിജയസാധ്യത? UDF തന്നെയാണ്. മനോജ് മൂത്തേട്ടൻ ഒരു പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുന്നപ്പള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യതയുണ്ടോ ശരിക്കും മൂത്തേട്ടനൂടെ? മനോജ് മൂത്തേട്ടനാണ് ഇവിടെയും ചാൻസ് കൂടുതൽ. മനോജ് മൂത്തേട്ടനാണ്. ഇവിടെ UDFന്റെ ഒരു കോട്ട തന്നെയാണ്. UDFന്റെ കോട്ട സാജിപ്പോള് സാജു പോളാണ്. പിന്നെ ഇതൊക്കെ വന്നു പുള്ളി പോയി. ഇത്തവണത്തെ ഒരു കാറ്റ് വെച്ചിട്ട് മനോജ് മൂത്തേട്ടനാണ്. പുള്ളി ഇത്തിരി കഴിവുള്ള ആളാണ്. പിന്നെ കുന്നപ്പള്ളിനേക്കാളും ഇത്തിരി കൂടെ ഇത് തോന്നുന്നു ഒരു സമൂഹത്തിലും ഒക്കെ. ശരി. അപ്പോൾ ഇപ്പൊ ഇലക്ഷനൊക്കെ കത്തിയോണ്ടിരിക്കുകയല്ലേ, എങ്ങനെ ഇലക്ഷൻ ചൂടിലാണോ? എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രവർത്തനമൊന്നുമില്ല. ഞാൻ വോട്ട് ചെയ്യാൻ പോകും, അത്രേ ഉള്ളൂ. ഈ പെരുമ്പാവൂര് ആര് പിടിക്കുന്നത്? ആര് പിടിക്കുമെന്ന് വെച്ചാൽ സാധ്യത. UDF ആണ് സാധ്യത. ഈ ഇതുവരെയുള്ള ഭരണത്തെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഭരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമായിരിക്കുകയാണ്. കാരണം വെച്ചാൽ പണിയില്ല, ആകെ പ്രശ്നങ്ങളാണ്. പെരുമ്പാവൂർ ആർക്കാ സാധ്യത? അറിയില്ല. ഇവിടെ ആരാ മത്സരിക്കണേന്ന് അറിയാമോ? ഒരു പിടുത്തമില്ല. വളരെ നന്നായിരിക്കട്ടെ. ഒന്നും അറിയാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. നാളെ ഭരിച്ച ഒരാളുടെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായ അഭിപ്രായം നല്ലതാണ്. എൽദോസ് കുന്നപ്പള്ളി. കാരണം പുള്ളിക്ക് ഒരു MLA ചെയ്യാവുന്ന പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും വീട്ടിൽ കൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒരിക്കലും. അപ്പൊ പുള്ളിക്ക് ചെയ്യാവുന്ന പുള്ളി ചെയ്തിട്ടുണ്ട്. MLA എന്നുള്ള രീതിയിൽ പെരുമ്പാവൂരിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ആവശ്യക്കാർക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒന്നുകൂടി ഒരു ചാൻസ് കൊടുക്കേണ്ടതായിരുന്നു. അത് പാർട്ടി എല്ലാവരും തീരുമാനിക്കണം. നമ്മളല്ലോ, നമ്മളോട് പുള്ളിക്ക് സീറ്റ് കൊടുക്കാൻ കൊടുക്കുമോ? എന്താണ് ചേട്ടാ പെരുമ്പാവൂരിന്റെ ഒരു പൾസ് എങ്ങനെയാണ്? പെരുമ്പാവൂരിന്റെ പൾസ് ഞാൻ ഇങ്ങനെ പറയണത്, പെരുമ്പാവൂരിൽ ആരായിരിക്കും ഇക്കുറി പിടിക്കുക? അതിപ്പോ 3 പേരും കട്ടക്കട്ടയ്ക്ക് കഴിഞ്ഞാൽ എല്ലാം ശരിയായിരിക്കും. ഇപ്പൊ ആരൊക്കെ നിക്കണേന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോ എൽദോസ് കുന്നപ്പള്ളിക്ക് പകരം വരുന്നത് മനോജ് മൂത്തേട്ടനാണ്. നമ്മുടെ LDF സ്ഥാനാർത്ഥി അങ്ങനെ വരുന്നു. NDAയുടെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പൊ ഇവര് നിൽക്കുന്നതിൽ LDF UDF പെരുമ്പാവൂരിൽ മൊത്തത്തിലൊരു മുൻതൂക്കം ഉള്ളത്? അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ 2 പാർട്ടിയില്ലാത്ത ആളാണ്. ഞാനൊരു പുതിയ പാർട്ടിയുള്ള ആളാ. അപ്പൊ പിന്നെ പുതിയ പാർട്ടിയാണ്. അപ്പൊ പിന്നെ എനിക്ക് 2 പേരും തൂക്കം പറയാൻ പറ്റില്ല. കാരണം ഇവര് 2 പേരും കട്ടയ്ക്ക്. അല്ല, ഇത്രയും നാള് ഭരിച്ച ഒരാളുടെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായ അഭിപ്രായം നല്ലതാണ്. എൽദോസ് കുന്നപ്പള്ളി. കാരണം പുള്ളിക്ക് ഒരു MLA ചെയ്യാവുന്ന പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും വീട്ടിൽ കൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒരിക്കലും. അപ്പൊ പുള്ളിക്ക് ചെയ്യാവുന്ന പുള്ളി ചെയ്തിട്ടുണ്ട്. MLA എന്നുള്ള രീതിയിൽ പെരുമ്പാവൂരിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ആവശ്യക്കാർക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒന്നുകൂടി ഒരു ചാൻസ് കൊടുക്കേണ്ടതായിരുന്നു. അത് പാർട്ടി എല്ലാവരും തീരുമാനിക്കണം. നമ്മളല്ലോ, നമ്മളോട് പുള്ളിക്ക് സീറ്റ് കൊടുക്കാൻ കൊടുക്കുമോ? നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യത്തിൽ. പക്ഷെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സങ്കടമുണ്ടെന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഒരു 2 മാസം മുമ്പ് പറയാൻ പോകുന്ന കാര്യങ്ങള് 2 മാസം കാര്യങ്ങൾ പറഞ്ഞാൽ പുള്ളി ഓക്കേനെ. പുള്ളിയും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലേ. അപ്പൊ അദ്ദേഹത്തിനോട് ചെയ്തതൊരു നീതികേട് തന്നെയാണ്. അത് ഞാൻ പറയാം. അപ്പൊ ആരായാലും ഏത് പാർട്ടി ആയാലും അത് തെറ്റല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രയോജനമുണ്ടോ? അതിപ്പോ ഇവരുടെ പാർട്ടിയെ നോക്കുള്ളൂ. അവർ നിന്ന് കഴിഞ്ഞാൽ പാർട്ടി വോട്ടുകൾ സ്പ്ലിറ്റ് ആവും എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ജയിക്കാനുള്ള ഒരു ചാൻസ് കുറവാണ് കുന്നപ്പള്ളിക്ക്. അല്ലാത്ത രീതിയിൽ MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്നിരുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ
ജയിക്കും. പെരുമ്പാവൂരിൽ ജയിക്കുമായിരുന്നു. ഒരു 80% കയറി പോന്നേനെ. മൊത്തത്തിൽ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു സർക്കാരിന്റെ ഭരണവും കാര്യങ്ങളും ഒക്കെ? മൊത്തത്തിൽ മോശമാണെന്ന് എല്ലാവർക്കും അറിയാൻ പാടില്ലേ, പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. ഒരു തുടർഭരണം വരുമെന്നുള്ളതാണ് അത് നമുക്കറിയാം. എനിക്ക് പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ല, തുടർഭരണം വരണം എന്ന് ആഗ്രഹമില്ല. എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പുതിയ പാർട്ടിയാണ്. പുതിയ പാർട്ടി പുതിയ പാർട്ടി ആരും ഉണ്ടാക്കി വന്നോ അവരോട് കൂടെ നിൽക്കുന്ന ആളെ. 2020 ഒക്കെ എന്തോന്ന് പാർട്ടി, അത് അവരുടെ സുഹൃത്തിനുള്ള പാർട്ടിയല്ല. ഇനിയും നമ്മൾ പാർട്ടി ഉണ്ടാക്കണമെന്നാണ്. ഇപ്പൊ തന്നെ നമുക്ക് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്തത്രയും പാർട്ടികളും ഗ്രൂപ്പുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്. പാർട്ടിയിലെ ഗ്രൂപ്പ് ഉണ്ടായിട്ട് ശരിയല്ലോ, ഒരു പുതിയ പാർട്ടി ജനങ്ങൾക്കൊരു പാർട്ടി. അത് തന്നെ, അങ്ങനെ ഒരു പാർട്ടി. എല്ലാരും ജനങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ വരുന്നത്, പക്ഷെ ആരും ജനങ്ങളുടെ ഒപ്പം ഇല്ലാന്നുള്ളൂ. അവര് വന്നു കഴിയുമ്പോൾ അവരവരുടെ കാര്യം തീർക്കേണ്ടവർക്ക്. എന്തായാലും ഇപ്രാവശ്യം ഒരു കാര്യത്തിന് ഇറങ്ങിയിരിക്കുമ്പോൾ എന്റെ കാര്യം നടത്താനാണ് ഞാൻ പോണത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ പാർട്ടി ആവേണ്ടി വരും അങ്ങനെ വരുമ്പോ. നല്ലൊരു പാർട്ടിയുടെ കൂടെ കൂടണം. നല്ലൊരു പാർട്ടി, നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി വരണം എന്നാണ് പറയണത്. പിള്ളവരൊന്നും വേണ്ട. അല്ല, പുള്ളി ഇത്രയും നന്നായിട്ട് ഭരണം കാഴ്ച വെച്ചിട്ടും പുള്ളിക്ക് ഇപ്രാവശ്യം സീറ്റ് കൊടുക്കാണ്ടിരുന്നത്. സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിക്കും എന്നാണ്. പക്ഷെ ആ പാർട്ടി വോട്ടുകൾ സ്പ്ലിറ്റ് ആവില്ലേ? അപ്പൊ കോൺഗ്രസ് ഇപ്പൊ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അതൊരു വെല്ലുവിളിയാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് തന്നെ സ്പ്ലിറ്റ് ആയി പോകത്തില്ല? സ്വതന്ത്രനായാലും ചാൻസ് ഉണ്ടെന്നാണോ പറയുന്നത്? കുന്നപ്പള്ളിക്ക് ചാൻസ് ഉണ്ട്. താങ്ക് യു. കേരളത്തില് മൊത്തത്തിലുള്ള LDF വീണ്ടും വരും, പിണറായി വീണ്ടും ഭരിക്കും, ഉറപ്പാണ്? ഇല്ല. എന്നാലും എങ്ങനെ പോകുന്നു ഇലക്ഷനൊക്കെ? NDA വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. NDA വരണമെന്നാണ് മാറ്റം. ആര് ജയിക്കുന്നാണ് തോന്നുന്നത്? അതിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ആര് വരണം എന്ന് ആഗ്രഹിക്കുന്നത്? ഞാനങ്ങനെ ഇലക്ഷനോട് വല്ല ആര് എന്തായാലും ഭരണം നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. ആര് പിടിക്കുന്നാണ് തോന്നുന്നത്? എനിക്കങ്ങനെ ഇപ്പം ആര് ജയിച്ചാലും നമുക്ക് ഉപയോഗമുള്ള ആൾക്കാരായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ന ആള് ജയിച്ച് ഇന്ന ആള് താഴ്ന്നു പോയെന്നോ ഇന്ന ആള് മുമ്പന്തിലിരിക്കണമെന്നോ ഒന്നുമില്ല. നമുക്ക് എന്താണോ ചെയ്തു തരുന്നത് അവരാണ് നമുക്ക് പ്രാധാന്യം. അവരെല്ലാം നമ്മളെപ്പോഴും അംഗീകരിക്കുന്നുള്ളൂ. അല്ലാതെ വാക്കാൽ പറയുന്നതല്ലല്ലോ, പ്രവൃത്തിയാലും കൂടി വേണം, അത്രേ ഉള്ളൂ. രാഷ്ട്രീയം എന്നതിനെ പറ്റി എനിക്ക് അത്രയേ ഉള്ളൂ പറയാനായിട്ട്. കാരണം വർഷം കുറേ ഞാൻ രാഷ്ട്രീയം എന്താണെന്നും ആരാണെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്ന് അന്വേഷിച്ച് നടന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയാനില്ല. പക്ഷെ പ്രവൃത്തിയാണ് മുഖ്യം വാക്കാലിനേക്കാളും. ഇപ്പോഴത്തെ ഭരണത്തെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? ഭരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ 10 രൂപ കിട്ടിയാൽ അതനുസരിച്ച് ജീവിക്കാമെന്നാണ്. പക്ഷെ ഇപ്പോൾ 10 രൂപ കിട്ടിയാൽ അതിൻ്റെ ഇരട്ടി ചിലവാണ്. കാരണം ശമ്പളം കൂട്ടി, ബസ് ചാർജ് കൂട്ടി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണോ, നമ്മുടെ കയ്യിൽ വേണം. അത് ഈ രാഷ്ട്രീയക്കാർ മുമ്പന്തിലിരിക്കുന്നവർക്ക് ഖജനാവ് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. 10 പൈസ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് അവർക്കറിയാം, പക്ഷെ അവരത് നടപ്പിലാക്കുന്നില്ല. ഇപ്പോൾ റോഡാണെങ്കിൽ കുത്തിപ്പൊളിച്ച് വീണ്ടും അത് തന്നെ പണിയാണ്. അതിനോടനുബന്ധിച്ച് സ്വന്തം നാട്ടിൽ അന്യ ആൾക്കാർ വരുന്നു. യാതൊരു ബന്ധമില്ലാത്ത ജീവിതമല്ലേ. വളർന്നു വരുന്ന കുട്ടികൾക്ക് പോലും ആരാണ് മാതാപിതാക്കൾ, ആരാണ് കുടുംബം, ആരാണ് സൗഹൃദം അറിയില്ല. ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അവർ ആരേറ്റെടുത്താലും നമുക്ക് യോജിച്ച് പോകണം. കാരണം അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ അതിലേക്ക് ആൾക്കാർ വരുന്നത് എന്തുകൊണ്ട് യോജിക്കാത്തതാണ്? കാരണം നമുക്കൊരു ബന്ധമില്ലല്ലോ. മലയാളികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളികൾ ആരെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്? ഔട്ട് ഓഫിലുള്ള ആളുകളെ. അവരെന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടി ഇവിടെ ചെയ്യാൻ നോക്കിയാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. വളർന്നു വരുന്ന തലമുറകൾ അതാണ് കാണുന്നത്. അതുകൊണ്ട് അവരിവിടെയല്ല, അവരെല്ലാവരും പുറമേക്ക് പോയി. നമ്മുടെ ഇവിടെ ആരോ ഉള്ളത് ആരുമില്ല. അപ്പം ഞാൻ ജീവിക്കുന്ന രീതിയിൽ ഞാനിപ്പോൾ 10 രൂപ കണ്ട ആളായതുകൊണ്ട് ആ 10 രൂപയും കൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ 10 രൂപയ്ക്ക് വിലയില്ല, ജീവിതമില്ലല്ലോ. അപ്പം നിങ്ങളെപ്പോലെയുള്ള കുട്ടികളൊക്കെ അത് കാണണം, അറിയണം. അപ്പം നിങ്ങളും ചോദിക്കുന്നത് അത് തന്നെയാണ്. മുമ്പ് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണെങ്കിലും ആ 10 രൂപ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഭരണകർത്താക്കളാണല്ലോ അത് നീക്കുന്നതെന്ന് നമ്മൾ പഠിച്ച ആൾക്കാർ. പക്ഷെ നമ്മുടെ പൂർവികന്മാർ പറയണത് എങ്ങനെയാണ്? അവരാണ് മുമ്പെങ്കിൽ അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരെ വളർത്തി വലുതാക്കണം. പക്ഷെ അവരുടെ അരികത്തെത്താൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കാത്ത കാര്യം. അവരെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജയിപ്പിച്ച ആളെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, നമുക്ക് അടുക്കാൻ പറ്റില്ല. പേനത്തുമ്പ് ചലിക്കണം അവരുടെ അടുക്കലെത്തണം. ഇതൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണോ? ഇതൊക്കെ ചാനലിൽ ചൂട്ട് ചെയ്യുമ്പോൾ അത് ഉപകാരം കൂടി വേണം.
ഞാനിപ്പോൾ 10 രൂപ തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പാടില്ലാത്ത ആളാണ്. പക്ഷെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോഴാണ് വെള്ളക്കാരി വെള്ളയും വെള്ളം ഇട്ടേക്കുന്ന ആൾക്കാർ, അതാണ് രാഷ്ട്രീയം എന്ന് മനസ്സിലായി.